ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരുടെ ഒഴുക്ക് തുടരുകയാണ്. തീർത്ഥാടനത്തിന്റെ 10ാം ദിവസമായി ഇന്നലെ 95,000-ലധികം ഭക്തന്മാർ അവിടെ ശബരിമലയിലെത്തി. സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിച്ചതോടെ ഇന്ന് തീർത്ഥാടകർ എണ്ണത്തിൽ കുറവുണ്ട്. MG പ്രതീഷ് ശബരിമലയിൽ നിന്ന് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, ശരിക്കും സ്പോട്ട് ബുക്കിംഗ് കുറച്ചതാണോ തിരക്കൊഴിയാൻ കാരണം? മാത്രമല്ല, ശബരിമലയിൽ മണ്ഡലകാലം വളരെ സമാധാനപരമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. SKN, ഗുഡ് മോർണിംഗ്. മണ്ഡലകാല തീർത്ഥാടനം തുടങ്ങി ഇന്ന് 11ാം ദിവസമാണ്. വളരെ സമാധാനപരമായി തന്നെ ശബരിമല തീർത്ഥാടനം മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. 10ാം ദിവസമായി ഇന്നലെ 95,000 തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടുകൂടിയാണ് ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ദർശനം നടത്താൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. സാധാരണ ഉണ്ടാകാറുള്ള തിരക്ക് മാത്രമേ നിലവിൽ ശബരിമല സന്നിധാനത്ത് ഉള്ളൂ. വളരെ കൃത്യമായി തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടാണ് പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഇന്നലെ 5,000-ആയി സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തിയിരുന്നു. സന്നിധാനത്തെ തിരക്ക് കൂടി പരിഗണിച്ചായിരിക്കും 5,000-ന് മുകളിൽ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് അനുവദിക്കുന്നത്. കൃത്യമായി പോലീസും ദേവസ്വം ബോർഡും ഈ തിരക്ക് നിയന്ത്രിച്ച് വരികയാണ്. നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് K. ജയകുമാർ സന്നിധാനത്ത് എത്തുന്നുണ്ട്. ഇന്നലെ ചേർന്ന ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ പ്രധാനമായും ശബരിമലയിലെ തിരക്ക് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ കാര്യം ചർച്ചയായിരുന്നു. അതിന്റെ കൂടി തുടർ നടപടികളുടെ ഭാഗമായാണ് അദ്ദേഹം നാളെ സന്നിധാനത്ത് എത്തുന്നത്. പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് കൂടി ദേവസ്വം ബോർഡ് കടന്നിട്ടുണ്ട്. അത് ശബരിമല സന്നിധാനത്തെ അന്നദാനം പരിഷ്കരിക്കുകയാണ്. അന്നദാന മെനു പരിഷ്കരിക്കുകയാണ്. ഉച്ചയ്ക്ക് പുലാവ് എന്നുള്ള ഭക്ഷണം മാറ്റി കേരള സദ്യ നൽകും എന്നതാണ് ദേവസ്വം ബോർഡിന്റെ പ്രഖ്യാപനം. 2 ദിവസത്തിനുള്ളിൽ ആ മെനു പ്രാബല്യത്തിൽ വരും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാളെ ഇവിടെ എത്തി അക്കാര്യങ്ങൾ ഉൾപ്പെടെ തുടർ നടപടി സ്വീകരിക്കും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ വലിയ തിരക്കുകളൊന്നും തന്നെ സന്നിധാനത്തില്ല. പമ്പ വഴിയും കാനനപാത വഴിയും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. എത്തുന്ന തീർത്ഥാടകർക്കൊക്കെ തന്നെ വളരെ സുഗമമായ ദർശനം ശബരിമല സന്നിധാനത്ത് സാധ്യമാകുന്നുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.